Hello kiddies, this is Anil once again. Welcome back to the online class. Hello everyone, welcome back to another video tutorial. I hope you guys are doing well. So in the last video, we had done the activities from the lesson Danger of a Single Story. Today we are dealing a new unit. The unit named Flights of Fancy. From this unit, we have to learn the first lesson, The Scholarship Jacket. And it is a short story and the story narrating on the first person narrative. And the major character Martha, she is belonging to Mexican American. And the story dealing the life of Martha, 14-year-old schoolgirl and her struggles. The story can inspire us in many points. So without wasting any moments, let's move to about the author. Martha Salinas, born 1949, is a native of Coalinga, California. Martha Salinas എന്ന് പറയുന്ന നമ്മളുടെ എഴുത്തുകാരി ജനിച്ചത് 1949 കാലിഫോർണിയയിലായിരുന്നു ജനനം. She graduated in creative writing from the University of California at Irvine. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാഹിത്യരചനയിൽ ബിരുദം നേടിയ വ്യക്തി കൂടിയാണ് മാർത്ത സലിനാസ്. The Scholarship Jacket is one of the several short stories Salinas has published in journals and collections. പല ജേണലുകളിലൂടെ അല്ലെങ്കിൽ പല കഥാസമാഹാരങ്ങളിലൂടെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന അവരുടെ കഥകളിൽ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ധാരാളം കഥകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ധാരാളം കഥകളിൽ ഒരു കഥ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ള ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി. The Scholarship Jacket. ഇനി നമുക്ക് കഥയിലേക്കൊന്ന് കിടക്കാം. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ കഥ പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലാണ്. ഈ കഥയിലെ സെൻട്രൽ ക്യാരക്ടറായ മാർത്ത തൻ്റെ കഥ അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്. അവർ മാർത്ത എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിനി പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത് വളരെ ചെറിയ ടെക്സസിലെ ഒരു സ്കൂളിലായിരുന്നു. അവിടെ 8ാം തരം പൂർത്തിയാകുമ്പോൾ ഒരു ആചാരമുണ്ടായിരുന്നു, ട്രഡീഷൻ, ഒരു കസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഗ്രാജുവേഷൻ എന്ന വാക്ക് സാധാരണ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബിരുദം എന്ന ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ നോർത്ത് അമേരിക്കയിൽ ഗ്രാജുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഹൈസ്കൂൾ സെക്ഷൻ്റെയൊക്കെ അവസാനത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഗ്രാജുവേഷൻ എന്ന് പറയുന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നത്. സോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എ ബ്യൂട്ടിഫുൾ ഗോൾഡ് ഗ്രീൻ ജാക്കറ്റ് വാസ് അവാർഡഡ് ടു ദ ക്ലാസ് വാലഡിക്ടോറിയൻ. അവിടെ നടക്കുന്ന ട്രഡീഷൻ, ആചാരം എന്ന് പറയുന്നത് ക്ലാസ്സിലെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥിക്ക് അവർ ഒരു ജാക്കറ്റ് സമ്മാനമായി നൽകും. അതും ഗോൾഡ് ഗ്രീൻ കളറിലുള്ള ഒരു ജാക്കറ്റാണ് അവാർഡായി നൽകിക്കൊണ്ടിരുന്നത്. The student who had maintained the highest grades for 8 years. അപ്പോൾ ഉന്നത നിലവാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 8 വർഷങ്ങളായി, കഴിഞ്ഞ 8 വർഷങ്ങളായി നല്ല മാർക്കുകൾ വാങ്ങി നല്ല നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥിക്കാണ് ആ അവാർഡ് നൽകിയിരുന്നത്. ആൻഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഹാഡ് എ ബിഗ് ഗോൾഡ് S ഓൺ ദ ലെഫ്റ്റ് ഫ്രണ്ട് സൈഡ്. ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഒരു ഗ്രീൻ ഗോൾഡൻ കളറിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ ജാക്കറ്റിൻ്റെ മുൻഭാഗത്ത് ഇടതുവശത്തായിട്ട് വലിയ ഗോൾഡൻ കളറിൽ S എന്ന് എഴുതിയിട്ടുണ്ടാകും. ആൻഡ് യുവർ നെയിം റിട്ടൺ ഇൻ ദ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്. ആ പോക്കറ്റിൻ്റെ മുകളിൽ ആ അവാർഡ് ലഭിച്ച ആളുടെ പേരും ഗോൾഡ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാകും. സോ അവിടെ S എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കോളർ എന്ന ഒരു അർത്ഥത്തിലാണ് S അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. My older sister Rosie had won the jacket a few years back. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത സഹോദരിയായ റോസിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ ഫുള്ളി എക്സ്പെക്റ്റഡ് ടു ഓൾസോ. ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം ഞാനും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. മാർത്ത പറയാണ്, മാർത്തയും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മാർത്തയും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. I had been a straight A student since the first grade and the last year had looked forward very much to owning that jacket. എന്നിട്ട് പറയാണ്, കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സുകൾ മുതൽ 1ാം സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ A ഗ്രേഡുകൾ വാങ്ങിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷവും നല്ല മാർക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം ആ ഒരു അവാർഡ് എനിക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. My father was a farm laborer who couldn't earn enough money to feed 8 children. എൻ്റെ അച്ഛൻ ഒരു ഫാം ലേബറാണ്, ഒരു കർഷക തൊഴിലാളിയാണ്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സമ്പാദ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ 8 മക്കളെ വളർത്താനുള്ള സമ്പാദ്യമൊന്നും അദ്ദേഹത്തിനില്ല. സോ വെൻ ഐ വാസ് 6 ഐ വാസ് ഗിവൺ ടു മൈ ഗ്രാൻഡ് പാരൻസ് ടു റേസ്. അങ്ങനെ എനിക്ക് 6 വയസ്സുള്ള സമയത്ത് എന്നെ ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അച്ഛന് ഞങ്ങളെ വളർത്താനുള്ള ആ ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് 6 വയസ്സായ സമയത്ത്, മാർത്തയ്ക്ക് 6 വയസ്സായ സമയത്ത് ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. വളർത്തുവാൻ വേണ്ടി ഗ്രാൻഡ് പാരൻസിന് കൊടുക്കുകയാണ് ചെയ്തത്. We couldn't participate in sports at school because there were registration fees, uniform cost and trips out of town. എന്നിട്ട് പറയുന്നത്, ഞങ്ങൾക്കൊരിക്കലും സ്പോർട്സ് ഇവൻറ്റുകളിലൊന്നും പങ്കെടുക്കാൻ, സ്കൂളിലെ സ്പോർട്സ് ഇവൻറ്റുകളിലൊന്നും പങ്കെടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമായിരുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള യൂണിഫോം വാങ്ങാനുള്ള പണം, അതുപോലെ ടൗണിന് പുറത്തേക്കൊക്കെ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൊക്കെ അതിന് മുടക്കാനുള്ള പണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിലെന്ന് പറയുമ്പോൾ മാർത്തയുടെയും അതുപോലെ തന്നെ മാർത്തയുടെ മുതിർന്ന സഹോദരിമാരുടെയും കയ്യിൽ ആ പണം ഉണ്ടായിരുന്നില്ല. So, even though our family was quite agile and athletic, there would never be a school sports jacket for us. അപ്പോൾ ഞങ്ങൾ ശക്തരായിരുന്നു, അതായത് ഞങ്ങൾ ഏബിൾ ആയിരുന്നു. ഈ അത്ലറ്റിക് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാനുള്ള സ്ട്രെങ്ത് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ട് കൂടി ഞങ്ങൾക്കൊരിക്കലും ഒരു സ്കൂളിലെ ആ ഒരു സ്പോർട്സ് ഇവൻറ്റുകളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ജാക്കറ്റ് സ്വന്തമാക്കാനോ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. ദിസ് വൺ, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാസ് അവർ ഓൺലി ചാൻസ്. പക്ഷേ ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ആ ഒരു അവാർഡ് നേടുക എന്ന് പറയുമ്പോൾ, ഒരു അവാർഡ് ഞങ്ങൾക്ക് മുൻപിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരുന്നു. കാരണം പഠനത്തിന് അധികം പണമൊന്നും വേണ്ട, പക്ഷേ സ്പോർട്സിന് പോകണമെങ്കിൽ എക്സ്ട്രാ പണം കൊടുക്കണം. ആ പണം കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്പോർട്സിൽ നിന്നുള്ള റെക്കോർഡുകളോ അല്ലെങ്കിൽ അതിൻ്റെ അവാർഡുകളൊന്നും വാങ്ങാൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ അവർക്ക് ആകെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്ന ഒരേ ഒരു കാര്യം ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരുന്നു. ഇൻ മെയ്, ക്ലോസ് ടു ഗ്രാജുവേഷൻ, സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ വിത്ത് എ വെഞ്ചൻസ്. അങ്ങനെ മെയ് മാസമായി, ആ ഒരു സ്കൂൾ കാലഘട്ടമൊക്കെ കഴിയാനുള്ള സമയമായി, അല്ലെങ്കിൽ ആ കോഴ്സ് കംപ്ലീഷൻ്റെ സമയമായി. സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ വിത്ത് വെഞ്ചൻസ്. സ്പ്രിംഗ് ഫീവർ, അതായത് സ്പ്രിംഗ് കാലഘട്ടത്തിലുണ്ടാകുന്ന ആ ഒരു അസുഖം, അത് എല്ലാവർക്കും പിടിപെട്ടു. ആസ് യൂഷ്വൽ വിത്ത് എ വെഞ്ചൻസ്, വളരെ ശക്തമായിട്ട് തന്നെ എല്ലാവർക്കും ആ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് ഫീവർ എന്ന് പറയുന്ന അസുഖം എല്ലാവർക്കും പിടിപെട്ടു. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്. ആർക്കും ക്ലാസ്സുകളിലൊന്നും ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ആൻഡ് ഇൻസ്റ്റെഡ് വി സ്റ്റാർട്ടഡ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ആൻഡ് അറ്റ് ഈച്ച് അതർ. ഞങ്ങൾ പലപ്പോഴും ക്ലാസ്സുകൾ നടക്കുമ്പോൾ പലപ്പോഴും ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുക, അതുമല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും നോക്കിയിരിക്കുക, ഇതൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. Wanting to speed up the last few weeks of the school, and I despaired every time I looked in the mirror. അങ്ങനെ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത് എത്രയും വേഗം സ്കൂളൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ സമാധാനമായേനെ എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഓരോ സമയവും ആ കണ്ണാടിയുടെ മുൻപിൽ എന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ കണ്ണാടിയിൽ എൻ്റെ റിഫ്ലക്ഷൻ കാണുമ്പോൾ, ഐ ഡെസ്പയർഡ്, എനിക്കൊരു നിരാശയും തോന്നിയിരുന്നു. പെൻസിൽ തിൻ, എന്നെ കാണാൻ വളരെ പെൻസിൽ പോലെ വളരെ തിന്നായിരുന്നു. നോട്ട് എ കർവ് എനിവെയർ, അതുപോലെ തന്നെ പ്രത്യേകിച്ചൊരു ബോഡി ഷേപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് കോൾഡ് ബീൻ പോൾ and string bean, and I knew that's what I looked like. എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ബീൻ പോൾ അല്ലെങ്കിൽ സ്ട്രിങ് ബീൻ എന്നൊക്കെയായിരുന്നു, ഇരട്ടപ്പേരുകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എനിക്കതിൽ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ അങ്ങനെ തന്നെ കാണാൻ അങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയാം. ബീൻ പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെയൊക്കെ വീട്ടിൽ പയറ് ചെടിക്ക് താങ്ങായിട്ട് നമ്മൾ നാട്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ കുഴിച്ചു വെക്കുന്ന ആ ഒരു തിന്നായിട്ടുള്ള വടിയെയാണ് ബീൻ പോൾ എന്ന് പറയുന്നത്. സ്ട്രിങ് ബീൻ എന്ന് പറഞ്ഞാൽ പടർന്നു വളരുന്ന പയർ വർഗ്ഗത്തിനെയാണ് സ്ട്രിങ് ബീൻ എന്ന് പറയുന്നത്. സോ മാർത്ത പറയാണ്, എന്നെ കാണാൻ അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഇരട്ടപ്പേര് കിട്ടിയതിൽ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് റിയലി വാസൻ മച്ച് ഫോർ എ 14-year-old ടു വർക്ക് വിത്ത്, ഐ തോട്ട്, ആൻഡ് ആസ് ഐ ആബ്സെൻറ്റ് മൈൻഡഡ്ലി വാണ്ടേഡ് ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ് ടു ദ ജിം. അപ്പോൾ ഒരു 14 വയസ്സുകാരിയായ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് വലിയ വറീഡ് ആവേണ്ട ആവശ്യകതയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു സ്പ്രിംഗ് കാലഘട്ടത്തിൻ്റെ ആ ഒരു ഫീവറിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ആബ്സെൻറ്റ് മൈൻഡഡ്ലി, അതായത് ഞാൻ തന്നെ ഇങ്ങനെ ഹിസ്റ്ററി ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ഒരു ശ്രദ്ധയില്ലാത്ത രീതിയിൽ ഹിസ്റ്ററി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു ജിമ്മിൻ്റെ, അതായത് ജിം ക്ലാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിനെയാണ് ജിം ക്ലാസ് എന്നിവിടെ പറയുന്നത്. സോ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ആ ക്ലാസ്സിൽ ഹിസ്റ്ററി ക്ലാസ് കഴിഞ്ഞ് അവർ പുറത്തേക്ക് വന്നു. അനദർ അവർ ഫോർ സ്വെറ്റിംഗ് ഇൻ ബാസ്കറ്റ് ബോൾ ആൻഡ് ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിഗ് ലെഗ്സ് വാസ് കമ്മിങ് അപ്പ്.
അതുപോലെ തന്നെ ഇനിയുള്ള 1 മണിക്കൂർ എന്ന് പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സാണ്. ആ സമയത്ത് ബാസ്ക്കറ്റ് ബോൾ കളിക്കണം. ആ 1 മണിക്കൂർ ബാസ്ക്കറ്റ് ബോൾ കളിക്കുമ്പോഴേക്കും വിയർത്തൊട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ തൻ്റെ ടൂത്ത് പിക്ക് പോലുള്ള ആ കാലുകൾ പുറത്ത് കാണുന്ന ഒരു സമയവും കൂടിയാണ്. കാരണം ഷോർട്സ് ഇട്ടിട്ടായിരിക്കും ആ ഒരു ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത്. അപ്പോൾ സ്വന്തം കാലിനെ തന്നെ ടൂത്ത് പിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, പല്ലിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കുത്താൻ വേണ്ടി ഭക്ഷണം കഴിച്ച ശേഷം പല്ലിൻ്റെ ഇടയിലൊക്കെ കുത്തുന്ന ആ ഒരു കമ്പനിയാണ് നമ്മൾ ടൂത്ത് പിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അത്രയും മെലിഞ്ഞുണങ്ങിയ കാലുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. Then I remembered my PE shorts were still in bag under my desk where I had forgotten them. അപ്പോൾ വളരെ ശ്രദ്ധയില്ലാതെയാണ് ക്ലാസ്സിന് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴാണ് മാർത്ത ഓർത്തത് തൻ്റെ PE ഷോർട്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഷോർട്സ് എടുത്തിട്ടില്ല, ആ ബാസ്ക്കറ്റ് ബോൾ കളിക്കാനുള്ള ഷോർട്സ് എടുത്തിട്ടില്ല എന്ന കാര്യം അവർ ഓർത്തു. എന്നിട്ടോ പെട്ടെന്ന് തന്നെ അതെവിടെയാണ് വെച്ചിട്ടുള്ളത്, ബാഗിൻ്റെ ഉള്ളിലാക്കിയിട്ട് താഴെ തൻ്റെ ഡെസ്കിൻ്റെ അടിയിൽ വെച്ച കാര്യം ഓർത്തു. Coach Thompson was real Bayo. If someone wasn't dressed for PE, she had said I was good forward and even tried to walk grandma into letting me join the team once. Of course, grandma said no. അപ്പോൾ PT കോച്ച് ആയിട്ടുണ്ടായിരുന്ന കോച്ച് തോംസൺ എന്ന് പറയുന്ന ആ സ്ത്രീ ശരിക്കും ഒരു കരടിയെ പോലെയായിരുന്നു. അതായത് ആ ഒരു PT പീരീഡിൽ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ യൂണിഫോമിൽ നിന്ന് മാറി ആ ഒരു PT പീരീഡിൻ്റെ യൂണിഫോം ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ഒരു കരടിയെ പോലെ ബിഹേവ് ചെയ്തിരുന്നു. കാരണം അങ്ങനെ ദേഷ്യപ്പെടുമായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഞാൻ നല്ല രീതിയിൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കും, അതുകൊണ്ട് അവർ ഒരിക്കൽ എൻ്റെ ഗ്രാൻഡ്മയോട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് മകൾ, അതുകൊണ്ട് അവളെ സ്കൂൾ ടീമിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എൻ്റെ ഗ്രാൻഡ്മ വളരെ സിമ്പിളായിട്ട് നോ എന്നൊരു ഉത്തരവും പറ്റില്ല എന്നൊരു ഉത്തരവും അവർക്ക് നൽകിയിരുന്നു. I was almost back at my classroom door when I heard voices raised in anger as if in some sort of argument. അങ്ങനെ ഞാൻ ആ ഒരു PE ഷോർട്സ് എടുക്കാൻ വേണ്ടി തിരിച്ചെൻ്റെ ക്ലാസ് റൂമിലേക്ക് നടന്നു വരികയായിരുന്നു. അങ്ങനെ നടന്നു വന്ന സമയത്ത് എൻ്റെ ക്ലാസ് റൂമിൻ്റെ ആ ഡോറിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ആർഗ്യുമെൻറ്റ് കേട്ടു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചത്തിൽ സംസാരിക്കുന്നത്, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഐ സ്റ്റോപ്ഡ്, ഞാൻ അവിടെ നിന്നു. ഐ ഡിഡൻറ്റ് മീൻ ടു എവാസ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിച്ചു കേൾക്കുക. ഞാൻ ഒരിക്കലും അവിടെ സംസാരിക്കുന്നത് എന്താണ് എന്നുള്ളത് ഒളിച്ചു കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ് നോട്ട് നോയിങ് വാട്ട് ടു ഡു. ഞാൻ ആകെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി, എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഞാനൊന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഐ നീഡഡ് ദോസ് ഷോർട്സ് ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്. എനിക്ക് ആ ഷോർട്സ് ആ ക്ലാസ് റൂമിൽ നിന്ന് എടുക്കുകയും വേണം, കാരണം ഞാൻ ആ PT പീരീഡിന് പോകാൻ, അല്ലെങ്കിൽ ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിന് പോകാൻ ഞാൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഇൻറ്ററപ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. പക്ഷേ ആ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ആർഗ്യുമെൻറ്റ്, ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാദപ്രതിവാദങ്ങൾ 2 ടീച്ചേഴ്സ് തമ്മിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ PE ഷോർട്സ് എടുക്കണം, എന്നിരുന്നാൽ പോലും അവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൂടെ കടന്നു പോകാൻ മാർത്തയ്ക്ക് സാധിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ അതിനവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഐ റെക്കഗ്നൈസ് ദ വോയിസസ്. അവൾ പെട്ടെന്ന് തന്നെ ആ ശബ്ദം ആരുടേതൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. മിസ്റ്റർ സ്മിത്ത് മൈ ഹിസ്റ്ററി ടീച്ചർ ആൻഡ് മിസ്റ്റർ ബൂൺ മൈ മാത്ത് ടീച്ചർ. അപ്പോൾ 2 പേർ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്മിത്ത് എന്ന് പറയുന്ന ഹിസ്റ്ററി ടീച്ചറും അതോടൊപ്പം തന്നെ ബൂൺ എന്ന് പറയുന്ന മാത്സിൻ്റെ ടീച്ചറുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നത്. ദേ സീംഡ് ടു ബി ആർഗ്യൂയിങ് എബൌട്ട് മീ. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു വാദപ്രതിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മാർത്തയെ സംബന്ധിച്ചാണ് എന്ന് അവൾക്ക് അവിടെ നിന്ന് മനസ്സിലായി. ഐ കുഡൻറ്റ് ബിലീവ് ഇറ്റ്. അവൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, എനിക്കൊരിക്കലും വിശ്വസിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്ന്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക് ദാറ്റ് റൂട്ടഡ് മീ ഫ്ലാറ്റ് എഗെയിൻസ്റ്റ് ദ വോൾ. അപ്പോൾ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ആ വാക്കുകളിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, അവിടെയുള്ള ആ വോളിൻ്റെ മേലേക്ക് ഒന്ന് ചാരിയിരുന്നു. ആൻഡ് ആസ് ഇഫ് ഐ വെയർ ട്രൈങ് ടു ബ്ലെൻഡ് ഇൻ വിത്ത് ദ ഗ്രാഫിറ്റി റിട്ടൺ ദെയർ. എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചു പോയി, ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു പോയി, ആ ചുമരിൻ്റെ മുകളിലുള്ള ചിത്രങ്ങളിൽ ഒന്ന് അലിഞ്ഞു ചേരാൻ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചുമർ ചിത്രമായി എനിക്ക് മാറാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാനങ്ങനെ ചിന്തിച്ചു പോയി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു ആ ഒരു ഹിസ്റ്ററി ടീച്ചറും മാത്സ് ടീച്ചറും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അത് കേട്ടപ്പോഴാണ് മാർത്ത ഒന്ന് ഷോക്ക്ഡ് ആവുകയും മാർത്ത തന്നെ പറയുകയാണ്, എനിക്ക് ആ ഒരു വാൾ പെയിൻറ്റിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ചുമർ ചിത്രങ്ങളിൽ ഒന്നായിട്ട് അലിഞ്ഞു ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത് കേട്ടപ്പോഴെന്ന് പറയുന്നത്. റിഫ്യൂസ് ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഈസ്. ഇനി അവർ തമ്മിലുള്ള, ആ ടീച്ചേഴ്സ് തമ്മിലുള്ള സംസാരത്തെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ടീച്ചർ പറയുന്നുണ്ട്, ഐ റിഫ്യൂസ് ടു ഡു ഇറ്റ്.
ഞാനത് നിരാകരിക്കുകയാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഈസ്. അവളുടെ അച്ഛൻ ആരാണ് എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നേയില്ല, അല്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ. ആൻഡ് ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാർത്താസ്. അവളുടെ ആ ഗ്രേഡുകൾ, അവൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകളൊന്നും മാർത്തയുടെ മാർക്കുകളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഐ വോണ്ട് ലൈ ഓർ ഫാൾസിഫൈ റെക്കോർഡ്സ്. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. അതോടൊപ്പം തന്നെ റെക്കോർഡുകളിൽ, അവിടെയുള്ള ആ ഡോക്യുമെൻറ്റുകളിലൊന്നും തിരുത്തലും ഞാൻ വരുത്തില്ല. മാർത്ത ഹാസ് എ സ്ട്രെയിറ്റ് A+ ആവറേജ് ആൻഡ് യു നോ ഇറ്റ്. മാർത്ത എന്ന് പറയുന്ന ആ കുട്ടിക്ക് എല്ലാ സബ്ജക്റ്റിലും അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും അവൾക്ക് A+ ഗ്രേഡ് ആവറേജ് ആയിട്ട് ഉണ്ട്. അത് നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. ദാറ്റ് വാസ് മിസ്റ്റർ സ്മിത്ത് ആൻഡ് ഹി സൗണ്ടഡ് വെരി ആംഗ്രി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഹിസ്റ്ററി ടീച്ചറായിരുന്ന മിസ്റ്റർ സ്മിത്ത് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും അദ്ദേഹം വളരെ ദേഷ്യത്തിലായിരുന്നു. മിസ്റ്റർ ബൂൺ വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ്. അപ്പം ബൂണിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ആ മാത്സ് ടീച്ചറുടെ സൗണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, ശാന്തമായിട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. ലുക്ക്, ജോൺസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്. എന്നിട്ട് പറഞ്ഞു, ജോൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് സ്കൂൾ ബോർഡിലെ മെമ്പർ മാത്രമല്ല, ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. ഈ നഗരത്തിലെ അല്ലെങ്കിൽ ഈ ഒരു ടൗണിലെ ഒരു വലിയൊരു സ്റ്റോറിൻ്റെ ഉടമ കൂടിയാണ് ജോൺസിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ ആൻഡ്. എന്നിട്ട് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ, അതായത് അവർ തമ്മിൽ, മാർത്തയും ജോവാൻ്റെയും മാർക്കുകൾ തമ്മിലൊരു ടൈ ആണ്, അവർ രണ്ടുപേരും കട്ടയ്ക്കാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞൂടെ എന്ന് അയാൾ, അതായത് മാത്സ് ടീച്ചർ സത്യത്തിൽ ഹിസ്റ്ററി ടീച്ചറെ പ്രലോഭിപ്പിക്കുകയാണ്. ആ ഒരു റെക്കോർഡുകൾ മാറ്റി എഴുതി ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലെങ്കിൽ ആ സ്കോളർഷിപ്പ് ജോവാനിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി എഴുതാൻ വേണ്ടി അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് സത്യത്തിൽ മാർത്ത ഒന്ന് ഷോക്ക്ഡ് ആയത്. ദി പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് ഡ്രൗണ്ട് ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആ ഇടിപ്പ് കൊണ്ട്, ആ വളരെ വേഗത്തിൽ എൻ്റെ ഹൃദയം ഇടിക്കുന്ന ശബ്ദം കൊണ്ട് അവർ പറഞ്ഞ മറ്റു വാക്കുകളൊന്നും എനിക്ക് ശരിക്കും കേൾക്കാൻ വേണ്ടി പറ്റിയില്ല. ഡ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോവുക, അതായത് മറ്റൊരു ശബ്ദത്തിൽ ഈ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ശബ്ദം മുങ്ങിപ്പോവുക. ഓൺലി എ വേർഡ് ഹിയർ ആൻഡ് ദെയർ ഫിൽറ്റേഡ് ത്രൂ. അവർ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ, അവിടെയും ഇവിടെയും ഒക്കെയുള്ള കുറച്ച് വാക്കുകൾ മാത്രമാണ് ഞാൻ പിന്നീട് കേട്ടത്. മാർത്ത ഈസ് എ മെക്സിക്കൻ. അവർ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, മാർത്ത ഒരു മെക്സിക്കക്കാരിയാണ്. റിസൈൻ, രാജിവെക്കരുത്. വോണ്ട് ഡു ഇറ്റ്, ഒരിക്കലും അത് ചെയ്യരുത്. മിസ്റ്റർ സ്മിത്ത് കെയിം റഷിംഗ് ഔട്ട് ആൻഡ് ലക്ലി ഫോർ മീ വെൻ ഡൗൺ ദ ഓപ്പോസിറ്റ് വേ ടുവേർഡ്സ് ദ ഓഡിറ്റോറിയം, സോ ഹീ ഡിഡ്ന്റ് സീ മീ. പെട്ടെന്ന് തന്നെ അങ്ങനെ ആ വാഗ്വാദം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മിസ്റ്റർ സ്മിത്ത് എന്ത് ചെയ്തു, ആ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു, വളരെ വേഗത്തിൽ പുറത്തേക്ക് വന്നു. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഓഡിറ്റോറിയത്തിൻ്റെ ഡയറക്ഷനിലേക്ക് അവർ നടന്നു പോയി. അപ്പോൾ ആ പുറകിൽ നിന്നുകൊണ്ടിരുന്ന ആ ഒരു മാർത്തയെ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ കണ്ടില്ല. ഷേക്കിംഗ് ഐ വെയിറ്റഡ് എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ദെൻ വെൻറ്റ് ഇൻ ആൻഡ് ഗ്രാബ്ഡ് മൈ ബാഗ് ആൻഡ് ഫ്ലെഡ് ഫ്രം ദ റൂം. എന്നിട്ടോ കുറച്ച് നേരം കാത്തു നിന്നു. വളരെ ഷെയ്ക്കിംഗ് ആണ്, വിറച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം കാത്ത് ഞാൻ ആ റൂമിൻ്റെ ഉള്ളിലേക്ക്, ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് എൻ്റെ ബാഗ് ഞാൻ പെട്ടെന്ന് വാരിയെടുത്തു, ഗ്രാബ്ഡ് എടുത്തു. എന്നിട്ടോ ഐ ഫ്ലെഡ്. ഫ്ലീഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ പാസ്റ്റാണ് ഫ്ലെഡ്. അവിടെ നിന്ന് പെട്ടെന്ന് ആ ക്ലാസ് റൂമിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. മിസ്റ്റർ ബൂൺ ലുക്ക്ഡ് അപ്പ് വെൻ ഐ കെയിം ഇൻ ബട്ട് ഡിഡിൻറ്റ് സേ എനിത്തിങ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കടന്നു ചെന്ന സമയത്ത് മിസ്റ്റർ ബൂണ് എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല, എന്നെ ഇങ്ങനെ നോക്കി. ടു ദിസ് ഡേ ഐ ഡോണ്ട് റിമെമ്പർ ഇഫ് ഐ ഗോട്ട് ഇൻ ട്രബിൾ ഇൻ PE ഫോർ ബീയിങ് ലേറ്റ് ഓർ ഹൗ ഐ മെയ്ഡ് ഇറ്റ് ത്രൂ ദ റെസ്റ്റ് ഓഫ് ദ ആഫ്റ്റർനൂൺ. ഞാൻ പിന്നീട് ആ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിൽ ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആയിപ്പോയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പിന്നീട് ചിന്തിച്ചതേയില്ല. അതുപോലെ തന്നെ അതിന് ശേഷമുള്ള പീരീഡുകളൊക്കെ അല്ലെങ്കിൽ ആ സ്കൂളിലെ സമയമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിഞ്ഞു പോയാൽ മതി എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. I went home very sad and cried into my pillow that night so grandmother wouldn't hear me. എന്നിട്ടോ ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് പോയി വൈകുന്നേരം. എന്നിട്ട് എൻ്റെ റൂമിൽ കയറിയിട്ട് ആ പില്ലോ എടുത്തിട്ട്, ആ ഒരു തലയണ എടുത്തിട്ട് ആ തലയണയിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു തീർക്കുകയാണ് ചെയ്തത്. കാരണം അല്ലെങ്കിൽ മുത്തശ്ശി ആ ഒരു കരയുന്ന ഒച്ച കേൾക്കും, അതുകൊണ്ടാണ് ആ ഒരു പില്ലോയിൽ മുഖം അമർത്തി ഞാൻ കരഞ്ഞത്. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ് ദാറ്റ് ഐ ഹാഡ് ഓവർഹേർഡ് ദാറ്റ് കോൺവെർസേഷൻ. ടീച്ചേഴ്സ് തമ്മിലുണ്ടായിരുന്ന ആ ഒരു സംസാരം, അത് കേൾക്കാനുണ്ടായ സാഹചര്യം ആ യാദൃച്ഛികമായിരുന്നെങ്കിൽ പോലും അത് വളരെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ദ നെക്സ്റ്റ് ഡേ വെൻ ദ പ്രിൻസിപ്പൽ കോൾഡ് മീ ഇൻ ടു ഹിസ് ഓഫീസ്. പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, അവിടെ പ്രിൻസിപ്പൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എന്നെ വിളിപ്പിച്ചു. ഐ ന്യൂ വാട്ട് ഇറ്റ് വുഡ് ബി അബൌട്ട്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം എന്നെ വിളിപ്പിച്ചിരിക്കുന്നത് എന്നത് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു.
ഹി ലുക്ക്ഡ് അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി. അങ്ങനെ അവിടെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ ആകെ അസ്വസ്ഥനും അതോടൊപ്പം തന്നെ അൺഹാപ്പിയുമായിരുന്നു, സന്തോഷവാനുമായിരുന്നില്ല. ഐ ഡിസൈഡഡ് ഐ വാസൻറ്റ് ഗോയിങ് ടു മേക്ക് ഇറ്റ് എനി ഈസിയർ ഫോർ ഹിം. അപ്പോൾ ഞാനും തീരുമാനിച്ചു അത്ര എളുപ്പത്തിലൊന്നും വഴങ്ങിക്കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം മാർത്തയും തീരുമാനിച്ചിരുന്നു. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രെയിറ്റ് ഇൻ ദ ഐസ്. എന്നിട്ടോ ഞാൻ പെട്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ ഞാൻ നോക്കി നിന്നു. ഹി ലുക്ക്ഡ് അവേ ആൻഡ് ഫിജറ്റഡ് വിത്ത് ദ പേപ്പേഴ്സ് ഓൺ ഹിസ് ഡെസ്ക്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം തൻ്റെ ആ ഒരു മേശപ്പുറത്തിരുന്ന കടലാസുകളൊക്കെ ചുരുട്ടിക്കൂട്ടുന്നതും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതുമൊക്കെ എനിക്ക് കാണാമായിരുന്നു. മാർത്ത ഹി സെഡ്. എന്നിട്ട് മാർത്ത എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ വേണ്ടി തുടങ്ങി. There been a change in policy this year regarding the scholarship jacket. സ്കോളർഷിപ്പ് ജാക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ നിയമങ്ങളിൽ ചെറിയൊരു മാറ്റം ഈ വർഷമുണ്ട്. ആസ് യു നോ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ. അപ്പോൾ നിനക്കറിയാമായിരിക്കുമല്ലോ, കഴിഞ്ഞ വർഷങ്ങൾ വരെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട് ആൻഡ് കണ്ടിന്യൂഡ്. അദ്ദേഹം തൻ്റെ ശബ്ദമൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് പിന്നീട് സംസാരിക്കാൻ വേണ്ടി പിന്നെയും തുടങ്ങി. ദിസ് ഇയർ ദ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു ചാർജ് $15. ഈ വർഷം നമ്മളുടെ സ്കൂൾ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് $15 അത് നേടുന്ന വ്യക്തിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വിച്ച് സ്റ്റിൽ വോണ്ട് കവർ ദ കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് ദ ജാക്കറ്റ്. പക്ഷേ ആ $15 കൊണ്ട് ഒരിക്കലും അതിൻ്റെ പണമൊന്നും തികയില്ല. എന്നിരുന്നാലും $15 എങ്കിലും വാങ്ങാനുള്ളൊരു തീരുമാനം സ്കൂൾ ബോർഡ് നടപ്പിലാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അതായത് ഒരു പണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തിൻ്റെ പേരിൽ നമ്മളുടെ സ്കൂൾ പ്രിൻസിപ്പൽ പോലും എന്താണ് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ സ്കാം അല്ലെങ്കിൽ അതിലൊരു അട്ടിമറി നടത്താൻ വേണ്ടി, ഒരു തിരിമറി നടത്താൻ വേണ്ടി പണമുള്ള ഒരാൾക്കത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാരണം മാർത്തയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അവൾക്കൊരിക്കലും $15 കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരുദ്ദേശിച്ചതുപോലെ തന്നെ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. ഒരു പാർഷ്യാലിറ്റിയെ കാണിക്കുന്ന ഒരു പാരഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷേ മാർത്ത ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം മാർത്തയുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയിരുന്നു. മാർത്ത ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇത് ഈസി ആക്കാൻ വേണ്ടി പോകുന്നില്ല, അവർക്ക് അത്ര എളുപ്പത്തിൽ ഞാൻ വഴങ്ങി കൊടുക്കുന്നില്ല എന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ആ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് അവൾ നടന്നു പോകുന്നത്. I stared at him in shock and a small sound of dismay escaped my throat. ഞാൻ വളരെ അമ്പരപ്പോടുകൂടി, ഷോക്ക്ഡ് ആയതുപോലെ വളരെ ഞെട്ടലോടുകൂടി അദ്ദേഹത്തെ നോക്കി നിന്നു. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ അറിയാതെ തന്നെ ഒരു നിരാശയുടെ ശബ്ദം പുറത്തേക്ക് വന്നു. ഐ ഹാഡൻറ്റ് എക്സ്പെക്റ്റഡ് ദിസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു പ്രവർത്തനം. അതായത് $15 കൊടുക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു കാര്യം നടക്കുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹി സ്റ്റിൽ അവോയ്ഡഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. അദ്ദേഹം ഇപ്പോഴും എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. സോ ഇഫ് യു ആർ അണേബിൾ ടു പേ ദ $15 ഫോർ ദ ജാക്കറ്റ് ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ നെക്സ്റ്റ് വൺ ഇൻ ലൈൻ. എന്നിട്ട് വീണ്ടും അദ്ദേഹം തുടർന്ന് പറഞ്ഞു, നിനക്കിനി $15 തരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നിനക്ക് ശേഷം ആ ഒരു ലിസ്റ്റിലുള്ള വ്യക്തിക്ക് നൽകപ്പെടുന്നതായിരിക്കും. ഐ ഡിഡൻറ്റ് നീഡ് ടു ആസ്ക് ഹൂ ദാറ്റ് വാസ്. അപ്പോൾ എനിക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആവശ്യപ്പെടേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. ഞാൻ കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അത് നേരത്തെ മാർത്തയ്ക്ക് അറിയാമായിരുന്നു. സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദ ഡിഗ്നിറ്റി ഐ കുഡ് മസ്റ്റർ ഐ സെഡ് ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ് സോ ആൻഡ് ലെറ്റ് യു നോ ടുമാറോ. അപ്പോൾ ഇത്രയും നേരം പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വളരെ അസ്വസ്ഥയായിട്ട് അവിടെ ഇരുന്നുകൊണ്ടിരുന്ന മാർത്ത കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നീട് കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട്, ഡിഗ്നിറ്റി എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ധൈര്യം അല്ലെങ്കിൽ അഭിമാനം, ആ ഒരു ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട്, മസ്റ്റർ എന്ന് പറഞ്ഞാൽ സംഭരിക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക, ആ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മുത്തച്ഛനോട് സംസാരിക്കാം, അതിനുശേഷം നാളെ നിങ്ങൾക്ക് ഞാനൊരു മറുപടി തരാം എന്ന് മാർത്ത പ്രിൻസിപ്പലിനോട് പറഞ്ഞു. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം ഫ്രം ദ ബസ് സ്റ്റോപ്പ്. അങ്ങനെ ബസ് ഇറങ്ങിയ ശേഷം വീട്ടിലേക്ക് നടക്കുന്ന വഴി മൊത്തം ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു പോയിരുന്നത്. ദ ഡേർട്ട് റോഡ് വാസ് എ 1/4 മൈൽ ഫ്രം ദ ഹൈവേ. അപ്പോൾ ബസ് ഇറങ്ങുന്ന ആ സ്ഥലം കഴിഞ്ഞിട്ട് ഏകദേശം 1/4 മൈലോളം നടക്കാനുണ്ടായിരുന്നു. അത് ഒരു മണ്ണിട്ട പാതയായിരുന്നു. സോ ബൈ ദ ടൈം ഐ ഗോട്ട് ഹോം മൈ ഐസ് വെയർ റെഡ് ആൻഡ് പഫി.
അങ്ങനെ അത്രയും ദൂരം കരഞ്ഞു നടന്നതുകൊണ്ട് തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും മാർത്തയുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. പഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടുക്കുക അല്ലെങ്കിൽ തടിച്ചു വീർക്കുക എന്നൊരർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ അവിടെ അത്രയും ദൂരം കരഞ്ഞുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളുടെ മാർത്തയുടെ കണ്ണുകൾ ചുവന്ന് തുടുത്തിരുന്നു. വേർ ഈസ് ഗ്രാൻഡ് പാ? ഐ ആസ്ഡ് ഗ്രാൻഡ് മാ. അപ്പോൾ അവിടെ ചെന്ന് എത്തിയ പാടെ തന്നെ ഗ്രാൻഡ് മദർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഗ്രാൻഡ് മദറിനോട് ചോദിച്ചു, എവിടെയാണ് മുത്തശ്ശൻ എന്ന് ചോദിച്ചു. ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ഫ്ലോർ സോ ഷീ കുഡൻറ്റ് ആസ്ക് മീ വൈ ഐ ഹാഡ് ബീൻ ക്രൈയിങ്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് മാർത്ത കണ്ണുകൾ താഴേക്ക് നോക്കി, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. കാരണം മുത്തശ്ശി താൻ കരയുന്നത് കാണണ്ട എന്ന് കരുതിയും അതുകൊണ്ട് തന്നെ അവർ എന്തിനാണ് ഞാൻ കരയുന്നത് എന്ന് മുത്തശ്ശി അറിയാതിരിക്കാൻ വേണ്ടിയുമായിരുന്നു അവൾ അങ്ങനെ ചെയ്തത്. ഷീ വാസ് സ്വിങ് ഓൺ ദ കിൽറ്റ് ആസ് യൂഷ്വൽ ആൻഡ് ഡിഡിൻറ്റ് ലുക്ക് അപ്പ്. അപ്പോൾ മുത്തശ്ശി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് തൻ്റെ തയ്യൽ മെഷീനൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ക്വിൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ് കവർ, ഡെക്കറേറ്റഡ് ബെഡ് കവറിനെയാണ് ക്വിൽറ്റ് എന്ന് പറയുക. അങ്ങനെ ഒരു ക്വിൽറ്റ്, ഒരു ബെഡ് കവർ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നമ്മളുടെ മാർത്തയെ ഒന്നും നോക്കുപോലും ചെയ്യാതെ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു, ഐ തിങ്ക് ഹീസ് ഔട്ട് ബാക്ക് വാക്കിംഗ് ഇൻ ദ ബീൻ ഫീൽഡ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് പുറകുവശത്ത് നമ്മളുടെ ആ ഒരു കൃഷി സ്ഥലത്ത് മുത്തശ്ശൻ ആ ഒരു പയർ കൃഷി നടക്കുന്ന ഭാഗത്ത് അവിടെ പണിയെടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് മുത്തശ്ശി മാർത്തയോട് പറഞ്ഞു. Dear students, I hope you guys understood the things what we said in this video, and if you have any doubts you can comment on the comment section.